ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെബീസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ്. ഇതൊരു വെറൈറ്റി ടൈപ്പിലുള്ള മുട്ട ബജിയാണ്. തേങ്ങാ ചമ്മന്തി ഫില്ലിംഗ് ആയി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 മുട്ട കൊണ്ടാണ് ബജി ഉണ്ടാക്കുന്നത്. പിന്നെ ബാറ്ററിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളവും വേണം. നമുക്ക് കുറച്ച് കുഴിയുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മുടെ പൊടികളെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒരുമിച്ച് ഒഴിക്കരുത്. അപ്പോൾ ചിലപ്പോൾ ബാറ്ററി ലൂസായി പോവും. നല്ലോണം ലൂസാവാൻ പാടില്ല. അപ്പോൾ മുട്ടമ്മ നേരെ മാവ് നിൽക്കില്ല. അതുകൊണ്ട് കുറച്ച് വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും വെള്ളം എത്തണം. മാവ് എവിടെയും കട്ട പിടിച്ച് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മുട്ടകളെല്ലാം ഹാഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ചമ്മന്തി വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചമ്മന്തി ഏകദേശം 1 സ്പൂണെല്ലാം എടുത്തിട്ട് മുട്ടയുടെ മുകളിൽ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ചമ്മന്തി അവിടുന്ന് അടർന്നു പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ എല്ലാതും നമുക്ക് വെച്ച് കൊടുക്കാം. മുട്ട ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 വിസിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാതും ചമ്മന്തി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായാൽ നമ്മുടെ മുട്ട ബാറ്ററിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് 1 സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതേ സ്പൂൺ കൊണ്ട് തന്നെ കോരി എടുത്തിട്ട് എണ്ണയിലിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊന്നും അടർന്നു പോരില്ല. അങ്ങനെ പതുക്കെ എല്ലാതും ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നാൽ അടുത്ത സൈഡും മറിച്ചിട്ടിട്ട് അതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ബജിനെക്കാട്ടിലൊക്കെ ടേസ്റ്റാണ്. നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഇതിലാക്കി വെക്കുക. നല്ലോണം സ്പീഡ് കുറക്കാനോ കൂട്ടാനോ പാടില്ല. സ്പീഡ് കുറച്ചാൽ ഒരുമാതിരി വേവാവാത്ത പോലെ ആയിപ്പോവും. കൂട്ടിയാൽ പുറമൊക്കെ കരിഞ്ഞ് ഉള്ളിൽ വെന്ത് വരില്ല.
അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മുട്ട ബജിയുടെ 2 സൈഡും വെന്ത് വന്നാൽ നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ മുട്ട ബജി ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഷെബീസ് കിച്ചൻ.